വെൽക്കം ടു മൈ ചാനൽ അനോസ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തൈര് സാധമാണ്. ഈസി ആയിട്ട് 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് തൈര് സാധം റെഡിയാക്കാം. അത് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയുള്ള ഒരു പിടി ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ ഉള്ളി. അതുപോലെ തന്നെ വറ്റൽമുളക് 3 ചെറുതെടുത്തിട്ടുണ്ട്, 2 ചെറിയ കാന്താരി എടുത്തിട്ടുണ്ട്, ഒരു ലീഫ് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ബൗളിൽ തൈര് എടുത്തിട്ടുണ്ട്, നല്ല കട്ട തൈര് എടുത്തിരിക്കുന്നത്. ഇത് 2 പേർക്കുള്ള രീതിയിലുള്ള വളരെ കുറച്ച് മാത്രമേ ആക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇത്തിരി തൈര് എടുത്തിട്ടുള്ളൂ. ചട്ടി വെച്ച് ചൂടായി വരുമ്പോഴേക്കും എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പം കടുകും പൊട്ടിച്ച് എടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്, നമുക്ക് ഇതിനകത്ത് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നല്ലോണം പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അധികം കനം കുറച്ചിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് മൂപ്പിച്ചെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറെടുക്കാൻ പറ്റിയെടുക്കുന്ന സംഭവമാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ എനിക്കൊന്നും ആക്ച്വലി കറി വെക്കാൻ മടിയായതുകൊണ്ട് ചോറ് മാത്രമേ ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും അവരുടെ തൈര് സാധം ആക്കുകയാണെങ്കിൽ പിന്നെ കുഞ്ഞിനും ഇഷ്ടമാണ്, അപ്പോൾ കുഞ്ഞും കഴിച്ചോളും. അപ്പോൾ പെട്ടെന്ന് അധികം എരിവില്ലാണ്ട് ആക്കിയെടുത്ത് ഞാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ പുളിയില്ലാതെ നല്ല കട്ട തൈരും എടുത്ത് പെട്ടെന്ന് ഇതിപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഉള്ളി വാടി വന്നോളും. നന്നായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ചോറിട്ട് കൊടുക്കാം. ചോറും ഇട്ട് കൊടുത്ത് അതിലേക്ക് തന്നെ ചോറൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും തൈര് ഒഴിച്ച് ഇളക്കിയിടിച്ച തൈര് സാധനം റെഡി. പിന്നെ ഞാൻ അതിനകത്ത് കുറച്ച് അനാറൊക്കെ ചേർക്കുന്നുണ്ട് ലാസ്റ്റ് കഴിക്കാനെടുക്കുന്ന സമയത്ത്. ആ ചൂടോടുകൂടി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് മോൾക്ക് ഇഷ്ടമാണ്. അനാർ ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അനാറും കൂടി ആക്കിയിട്ട് കൊടുത്തിട്ട് നമ്മുടെ തൈര് സാധനം റെഡിയാണ്. ഞാൻ ആക്കുന്ന സ്റ്റൈൽ ഇങ്ങനെ കേട്ടോ, മോളുടെ ഇഷ്ടത്തിനാണ്. മോളിങ്ങനെ ആക്കുന്നതാണ് മോൾക്ക് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ ആക്കുന്നതാണ്. ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടി ഞാനതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഉപ്പ് വേറെ ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇതിപ്പോൾ ഏകദേശം നല്ലോണം തൈര് നമുക്ക് ഇതിലേക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ചോറിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ശരിക്കും കടുകിൻ്റെ കൂടെ തന്നെ ഉഴുന്നിട്ട് നല്ല ടേസ്റ്റ്, പക്ഷേ മോൾക്ക് ഉഴുന്ന് കടിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഉഴുന്ന് ചേർക്കാത്തത്. ഉഴുന്ന് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഉഴുന്ന് ചേർത്തിട്ട് ഉഴുന്നും കടുകും ഒക്കെ പൊട്ടിച്ചെടുത്ത് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇതൊക്കെ അധികം കറിവേപ്പിലയും അവർക്ക് ഇഷ്ടമല്ല, അപ്പോൾ കറിവേപ്പിലയൊക്കെ നല്ലതുപോലെ ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിപ്പോൾ എല്ലായിടത്തും ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ കടുകിൻ്റെ ഒക്കെ എല്ലായിടത്തും എണ്ണയൊക്കെ പിടിച്ച് റെഡിയായിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ചേർക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലോണം ചൂടോടുകൂടി ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിക്കാനെടുക്കുന്ന ആ ഒരു സമയത്ത് ജസ്റ്റ് കഴിക്കാനെടുക്കുന്ന 5 മിനിറ്റ് മുന്നേ നമുക്കിത് റെഡിയാക്കാവുന്നേ ഉള്ളൂ. ആ ഒരു കഴിക്കാനെടുക്കുന്ന സമയത്ത് നമുക്ക് അനാറും കൂടി ഇട്ടിട്ട് നമുക്ക് കഴിക്കെടുക്കാം. അപ്പോൾ ഇതാ തൈര് സാധനം റെഡി ആയിട്ടിട്ട് ഈസി റെഡിയായി. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തൈര് സാധനം റെഡിയാണ്. ഒരു 5 മിനിറ്റേ വേണ്ടൂ, അത്ര ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഈസി തൈര് സാധനം. അത് കഴിക്കാൻ എടുക്കുമ്പോഴേക്കും നമ്മൾ അനാറും ഇട്ട് അതുപോലെ തന്നെ ഒരു സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂണോ നെയ്യും കൂടെ ചേർത്ത് കഴിച്ചിട്ട് ചൂടോടുകൂടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് റെഡിയാക്കാൻ, ആർക്കെങ്കിലും കറിയൊക്കെ മടിയുള്ളവർക്കോ ഇവിടെ എല്ലാവർക്കും പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ടുള്ള ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കാം.